നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടക്ക കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കിച്ചടി നമ്മൾ വെണ്ടക്ക വറുത്തെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെണ്ടക്ക എടുത്തിട്ടുണ്ട്. 200 ഗ്രാം വെണ്ടക്കയാണ്, 20 എണ്ണൊക്കെ ഉണ്ടാവുക. അധികം മൂക്കാത്ത വെണ്ടക്കയാണ്. ഇത് നന്നായിട്ട് കഴുകി അതിൽ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിക്കളഞ്ഞിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ആദ്യം ഇതിന്റെ 2 ഭാഗം ഒന്ന് മുറിച്ച് കളയാം. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങ് മുറിച്ചെടുക്കാം. ഒരുപാട് ചെറുതാവണ്ട, എന്നാൽ ഒരുപാട് വലുതുമാവണ്ട. ഈ ഒരു സൈസിൽ, മീഡിയം സൈസിൽ നമുക്ക് അങ്ങ് മുറിച്ചെടുക്കാം. ഇത് നമ്മൾ വറുത്ത് കോരി എടുത്തിട്ട് കിച്ചടിയിലേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കാൻ കിട്ടണം, അത്രയേ ഉള്ളൂ. അത് നോക്കിയിട്ട് ആ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. 5-6 ഒരുമിച്ച് അങ്ങ് കൂട്ടിപ്പിടിച്ച് മുറിച്ചെടുത്താൽ മതി. പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് മുറിച്ചെടുക്കാം. എടുത്തിരുന്ന വെണ്ടക്ക മുഴുവനും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് തിരുമ്മി വെക്കണം. ഒരു 1/4 ടീസ്പൂണിന്റെ പകുതിയൊക്കെ ഉപ്പിട്ടാൽ മതി. ഒരു 2 നുള്ളുപ്പ് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റ് ഒക്കെ മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് വറുത്തങ്ങെടുക്കാം. എണ്ണ ചൂടാകുന്ന വരെ അങ്ങ് മാറ്റി വെച്ചാൽ മതി. വെണ്ടക്ക വറുത്ത് കഴിഞ്ഞാൽ അതിന് ചെറിയൊരു ഉപ്പ് രസം ഉണ്ടായിക്കോട്ടെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഉപ്പൊന്ന് തിരുമ്മി വെക്കുന്നത്. ഇനി ഇത് വറുത്തെടുക്കാനുള്ള എണ്ണയൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു 7-8 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പപ്പടമൊക്കെ കാച്ചാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുക്കില്ല, അത്രയും എണ്ണ മതിയാകുമേ. ഇത്രയും വെണ്ടയ്ക്ക ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ എണ്ണ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ചുരുങ്ങി വരും. അപ്പോൾ കുറച്ച് എണ്ണ എടുത്താൽ മതി. എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. മുഴുവനും ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുമിച്ച് തന്നെ അങ്ങ് വറുത്ത് കോരിയെടുക്കാം. എല്ലാം ഒരേപോലെ മൂത്ത് വന്നോട്ടെ. ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ഇതേപോലെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ വെണ്ടക്കേൻ്റെ കൂടെ ചേർത്തിട്ട് അങ്ങ് വാട്ടിയെടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് വെണ്ടക്ക ആദ്യം ഇടുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പക്ഷെ കുറച്ച് വെണ്ടയ്ക്കൊന്ന് ആയി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പച്ചമുളകിൻ്റെ കളറ് കുറച്ചും കൂടി ഒന്ന് വെണ്ടക്കേനേക്കാളും എടുത്ത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. വെണ്ടക്ക ഒരുപാട് നേരമായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിൽ തന്നെ 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് വെണ്ടക്ക നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിക്കോളും. ഇപ്പം ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരു അരിപ്പത്തടി വെച്ചിട്ടാണ് കോരിയെടുക്കുന്നത്. കോരിയെടുത്ത വെണ്ടക്ക വെറുതെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കാതെ ഒരു കിച്ചൺ ടിഷ്യൂലേക്ക് കോരിയെടുക്കുക. നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്ന വെണ്ടക്ക വെറുതെ പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ അതിൽ എണ്ണ വലിഞ്ഞു പോകാതെ വെണ്ടക്ക കുഴഞ്ഞിരിക്കുകയുള്ളൂ കേട്ടോ, മുരിഞ്ഞു വരില്ല. അതേസമയം നമ്മൾ കിച്ചൺ ടിഷ്യൂലേക്ക് കോരുകയാണെങ്കിൽ അതിലധികമായിട്ടുള്ള എണ്ണയൊക്കെ ടിഷ്യൂലേക്ക് വലിഞ്ഞു പോയിക്കോളും. അപ്പോൾ വെണ്ടക്ക നന്നായിട്ട് മുരിഞ്ഞ് തന്നെ ഇരുന്നോളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, വെണ്ടക്ക ഈ ഒരു കളറാവുന്നവരെയാണ് കേട്ടോ വറുത്തെടുത്തിരിക്കുന്നത്. ഒരുപാട് കരിഞ്ഞു പോകാൻ വേണ്ടി നിൽക്കണ്ട. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള തൈരൊന്ന് ഉടച്ചെടുക്കാം. 2 കപ്പ് തൈര് എടുക്കുന്നുണ്ട്, 1/2 ലിറ്റർ തൈര്. അത് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു തവണ മാത്രം ഒന്ന് തിരിച്ചെടുക്കുന്നുണ്ട്. അതിലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഒരുപാട് അടിച്ച് മോര് പോലെ ആക്കുന്നില്ല. ഇതുപോലെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെറുതെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫോർക്ക് വെച്ചോ അതല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്താലും മതി. അപ്പോൾ അടിച്ചെടുത്തിരിക്കുന്ന തൈര് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വലിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ ജാറിലേക്ക് തന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ജാറ് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ തൈര് കൂട്ടി തന്നെയാണ് അടിച്ചെടുക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുക്കുന്നുണ്ട്, ചെറിയ തേങ്ങ. 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ. ഇത്രയും തേങ്ങ മതി, ഒരുപാട് തേങ്ങേൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ വെണ്ടക്ക വറുത്തതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഈ ഒരു തേങ്ങേൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തൈരും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നല്ല ഫൈനായിട്ട് മഷി പോലെ അങ്ങ് അരച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാകത്തിന് തൈര് ചേർത്താൽ മതി. ഒരുപാട് ചേർത്ത് ലൂസാക്കി അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് തേങ്ങ ഒട്ടും തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തൈര് ചേർത്തിട്ടാണ് അരച്ചത്. വെള്ളം ചേർത്തിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചടി ഒരുപാട് ലൂസായി പോകും. അങ്ങനെ നമുക്ക് വേണ്ട. ഇലയിൽ വിളമ്പി കഴിയുമ്പോൾ ഒരുപാട് ഒഴുകി പോകാത്ത രീതിയിൽ കുറച്ച് കുറുകിയിരിക്കുന്ന കിച്ചടിയാണ് വേണ്ടത്. പച്ചമുളക് ഇട്ടിട്ട് തൈര് ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ച തേങ്ങ നമുക്ക് കട്ടകൾ ഉടച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന തൈരുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ കടുക് എടുക്കുന്നുണ്ട്, അതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി ചതച്ച കടുക് നമുക്ക് തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും കൂടി ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നോട്ടെ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നോട്ടെ. മുഴുവൻ കടുകും പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്കൊരു 2 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കരിഞ്ഞു പോകാതെ പെട്ടെന്ന് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത്
ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ചൂടോടുകൂടി തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ആകെ നമ്മൾ ആ വെണ്ടക്ക വറുത്ത് വരുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ ചേർത്തിരിക്കുന്ന തൈരിൻ്റെ പുളിയും കൂടെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ അളവ് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും കേട്ടോ. കാരണം നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ പുളിക്ക് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ്. അവസാനമായിട്ട് ഇനി നമുക്കിതിലേക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക കണ്ടില്ലേ എപ്പോഴും നല്ല മൊരിഞ്ഞ് തന്നെ ഇരിക്കുന്നുണ്ട്. സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ലേ? നന്നായിട്ട് മൊരിഞ്ഞ് തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മൾ കിച്ചൺ ടിഷ്യൂവിൽ ഇട്ട് വെച്ചതുകൊണ്ടാണ്, എണ്ണയൊക്കെ വലിഞ്ഞു പോയതുകൊണ്ടാണ് നന്നായിട്ട് മൊരിഞ്ഞ് തന്നെ ഇരിക്കുന്നത്. നമുക്ക് കിച്ചടിയിൽ വെണ്ടയ്ക്ക നന്നായിട്ട് മൊരിഞ്ഞ് തന്നെ കിടക്കണമെന്നുണ്ടെങ്കിൽ കിച്ചടി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ വെണ്ടയ്ക്കയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാതെ നമ്മൾ ചോറൊക്കെ വിളമ്പുന്നതിന് മുൻപായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ആദ്യം തേങ്ങയും തൈരൊക്കെ ചേർത്തിട്ടുള്ള കൂട്ട് തയ്യാറാക്കി വെക്കുക. എന്നിട്ട് കഴിക്കുന്നതിന് മുൻപായിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത് വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്ക ഈ ഒരു തൈരിൻ്റെ കൂട്ടിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കി പാകത്തിനുണ്ട്. അപ്പോൾ നിങ്ങൾ തൈരിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വെണ്ടക്ക കിച്ചടിൻ്റെ റെസിപ്പിയാണ് ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.